ഹായ് ഓൾ, ബാക്ടീരിയയിലെ റീപ്രൊഡക്ഷൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 ടൈപ്പിലുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, ദെൻ സെക്കൻഡ് വൺ ആയിരുന്നു അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ജനറ്റിക് റീകോമ്പിനേഷൻ ഇൻ ബാക്ടീരിയ ആണ്, തേർഡ് വൺ. ശരിക്കും നമ്മൾ ഇതുവരെ പഠിച്ചതിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരൊറ്റ പാരൻറ്റ് മാത്രമാണ് ഇൻവോൾവ് ആയത്. അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന പ്രോജനി ബാക്ടീരിയം എന്ന് പറയുന്നത് എക്സാക്റ്റ് കോപ്പി ആയിരിക്കും. പാരൻറ്റ് DNA എക്സാക്റ്റ് കോപ്പിയാണ്. അതായത് പാരൻറ്റിൻ്റെ അതേ ക്യാരക്ടേഴ്സ് ആയിരിക്കും പ്രോജനിക്ക് ഉണ്ടാവുക, അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ ബൈനറി ഫിഷും പഠിച്ചു. എങ്ങനെയായിരുന്നു? ഒരു ബാക്ടീരിയൽ സെല്ലുണ്ട്, അവരുടെ ജനറ്റിക് മെറ്റീരിയലിൽ ഒരു കോപ്പി ഉണ്ടാവും. അതായത് അവരൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ കോപ്പി ഓഫ് DNA എന്ത് ചെയ്യും? അടുത്ത പ്രോജനിയിലോട്ടേക്ക് മൂവ് ചെയ്യും. അതായത് ഒരൊറ്റ ബാക്ടീരിയ ഉണ്ടാവുന്നുള്ളൂ, അവരുടെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ എക്സാക്റ്റ് കോപ്പിയാണ് പ്രോജനിയിലോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒരു വേരിയേഷനും ഉണ്ടാവില്ല. പ്രോജനി എന്ന് വെച്ചാൽ പാരൻ്റ് എന്താണോ അത് തന്നെയായിരിക്കും പ്രോജനിയുടെ ക്യാരക്ടർ ഉണ്ടാവും. ഇനി എൻഡോസ്പോം ഫോർമേഷനിലും അങ്ങനെ തന്നെയാണ്, ഒരൊറ്റ പാരൻ്റ് മാത്രമാണ് ഉള്ളത്. ഈ ഒരു വേരിയേഷൻ വരാൻ വേണ്ടിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? 2 പാരൻസ് ഇൻവോൾവ് ആയിരിക്കും. അതായത് ഒരു മെയിൽ പാരൻറ്റും ഉണ്ടാവും, ഫീമെയിൽ പാരൻറ്റും ഉണ്ടാവും. അതായത് 2 ജീനോടൈപ്പ് ഇൻവോൾവ് ആണ്. അവരുടെ മിക്സപ്പാണ് പ്രോജനിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പാരൻറ്റിന് എക്സാക്റ്റ് കോപ്പി ആയിട്ടായിരിക്കില്ല എന്തുണ്ടാവുക? പ്രോജനി ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ടാവുക, അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എങ്ങനെയായിരുന്നു? ഒരു മെയിൽ പാരൻറ്റും ഉണ്ടാവും, ഫീമെയിൽ പാരൻറ്റും ഉണ്ടാവും. ഇനി അതല്ല ഹെർമോഫ്രോഡൈറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം ആണെങ്കിൽ ഒരു സിംഗിൾ പാരൻറ്റിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഉണ്ടാവും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഉണ്ടാവും. ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ ഒരുപാട് പ്രോസസ്സുകൾ നടന്നിട്ട് മിയോസിസ്, ക്രോസിംഗ് ഓവർ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്യും, അതായത് സ്പേം ഫോം ചെയ്യും. ഇനി പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ പോളൻ ഗ്രെയിൻസ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ത് ഫോം ചെയ്യും? ഇതുപോലെ മിയോസിസ് ഒക്കെ നടന്നിട്ട് എഗ്ഗ് ഫോം ചെയ്യും. ദെൻ ഈ ഒരു മെയിൽ ഗമീറ്റ്, അതായത് സ്പേമും ഫീമെയിൽ ഗമീറ്റ് അതായത് എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട്, അതായത് 2 ജീനോടൈപ്പ് ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഉണ്ടാവുന്നത്. ആ സൈഗോട്ടാണ് അടുത്ത പ്രോജനിയായിട്ട്, അതായത് നെക്സ്റ്റ് ജനറേഷനായിട്ട് ഇവോൾവ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 2 ജീനോം മിക്സ് ചെയ്യാണ്, മിക്സിങ് അപ്പ് ഓഫ് 2 ഡിഫറെൻറ്റ് ജനറ്റിക് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ വേരിയേഷൻസ് ഉണ്ടാവും. 2 കൂടിക്കലരുമ്പോൾ എന്തുണ്ടാവും? വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം 2 പാരൻസിൻ്റെയും ക്യാരക്ടേഴ്സ് കൂടിയതായിരിക്കും ഈ ഒരു പ്രോജനി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. അവരെന്താണ്? വേരിയേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതായത് പാരൻസിനുള്ള അതേ ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല ഒരിക്കലും പ്രോജനിക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് ബാക്ടീരിയയുടെ കേസിലോട്ടേക്ക് വരാം. ഇൻ കേസ് ഓഫ് ബാക്ടീരിയ ട്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ്. അതായത് മിയോസിസ് നടന്നിട്ട് ഗമീറ്റ്സ് ഫോം ചെയ്യുന്നില്ല. അതായത് മെയിൽ ബാക്ടീരിയയും ഫീമെയിൽ ബാക്ടീരിയ ഒന്നുമില്ല, മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫോം ചെയ്യുന്നില്ല, സൈഗോട്ട് ഫോം ചെയ്യുന്നില്ല. സോ അങ്ങനെയുള്ള ട്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ്. പക്ഷേ ഇവരിലും നമ്മൾ പറഞ്ഞു ജനറ്റിക് വേരിയേഷൻസ് ഉള്ള ബാക്ടീരിയാസ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമല്ല നടക്കുന്നത്. ചില ബാക്ടീരിയാസിൽ വേറെ ടൈപ്പ് ഓഫ് ഒരു ജീൻ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതുവഴി അവർക്ക് ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ in bacteria, meiosis, crossing over and true sexual reproduction are absent, so they cannot introduce genetic variability through sexual mechanism. സോ അതിന് പകരം അവർക്ക് കുറച്ച് പാരാസെക്ഷൽ മെക്കാനിസമാണ്, അല്ലെങ്കിൽ ബാക്ടീരിയൽ ജീൻ ട്രാൻസ്ഫർ ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ 3 പാരാസെക്ഷൽ മെക്കാനിസംസ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വണ്ണാണ് ട്രാൻസ്ഫോർമേഷൻ, ആൻഡ് സെക്കൻഡ് വണ്ണാണ് ട്രാൻസ്ഡക്ഷൻ, ആൻഡ് തേർഡ് വണ്ണാണ് കോൺജുഗേഷൻ. ഈ 3 മെത്തേഡ് വഴിയാണ് ബാക്ടീരിയയിൽ ജീൻ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ,
സോ ഇത് കൂടാണ്ട് മ്യൂട്ടേഷനും ബാക്ടീരിയൽ DNA സംഭവിക്കുക. ഹ്യൂമൻ ബീങ്സിനൊക്കെ ബാക്കി ഓർഗാനിസത്തിന് നടക്കുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഒരു കെമിക്കൽസോ അല്ലെങ്കിൽ ലൈറ്റോ എന്തെങ്കിലും UV ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും മ്യൂട്ടേഷൻ കൊടുക്കാം. സോ അങ്ങനെയും വേരിയേഷൻ നടക്കാം. അതല്ലാണ്ട് ഈ 3 പാരാസെക്ഷൽ മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് അവയുടെ ജീൻ ട്രാൻസ്ഫർ നടക്കുന്നത്. ദീസ് ആർ കൺസിഡേർഡ് പാരാസെക്ഷൽ പ്രോസസ് ബിക്കോസ് ദ ഡോണർ bacterium behave as male and the recipient bacterium behave as female. ഈ 3 മെത്തേഡിലും കോമൺ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് വെച്ചാൽ അവർക്കൊരു 2 ബാക്ടീരിയൽ സെൽസ് ഉണ്ടാവും. ഫസ്റ്റ് വണ്ണ്, അതായത് ഫസ്റ്റ് ബാക്ടീരിയ എന്ത് ചെയ്യും, അവരുടെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ഒരു പീസ്, ഒരു DNA ഫ്രാഗ്മെൻറ്റ് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഡോണർ ബാക്ടീരിയം എന്ന് പറയുന്നത്. ഇനി ആ റിലീസ് ചെയ്ത ആ ഒരു DNA ഫ്രാഗ്മെൻറ്റിനെ വേറൊരു ബാക്ടീരിയ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ കൂടെ ഫ്യൂസ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അവരുടെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കും. ഈ ബാക്ടീരിയയാണ് റെസിപ്പിയൻ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഡോണർ ബാക്ടീരിയം ഉണ്ടാവും, അവരൊരു ജനറ്റിക് മെറ്റീരിയലിൻ്റെ ഒരു പീസ് റിലീസ് ചെയ്യും. ആൻഡ് ഒരു ഡോണർ ബാക്ടീരിയം ഉണ്ടാവും, ഒരു റെസിപ്പിയൻ ബാക്ടീരിയം ഉണ്ടാവും, അവർ ആ ഒരു DNA റിസീവ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഡോണർ ബാക്ടീരിയം ബിഹേവ് ആസ് മെയിൽ ആൻഡ് ദ റെസിപ്പിയൻ ബാക്ടീരിയം ബിഹേവ് ആസ് ഫീമെയിൽ. ഇനി ഈ 3 മെത്തേഡും എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ട്രാൻസ്ഫോർമേഷൻ. ഇത് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ഗ്രിഫിത്താണ്. ഗ്രിഫിത്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ് പഠിക്കും. ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് DNA ഫ്രാഗ്മെൻറ്റ് ഫ്രം എ ഡോണർ ബാക്ടീരിയം എൻ്റർ ഇൻ ടു എ റെസിപ്പിയൻ ബാക്ടീരിയം ആൻഡ് ദെൻ ഗെറ്റ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദ റെസിപ്പിയൻ DNA. In this case, the donor cell breaks down and releases DNA fragment to the medium. ഈ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. ഇതിൽ ഫസ്റ്റ് ഒരു റോമൻ ലെറ്റർ 1 എഴുതിയിട്ടുണ്ടാവും, അതാണ് എന്ത്, ഡോണർ ബാക്ടീരിയം. ഓക്കെ, ഇനി റോമൻ ലെറ്റർ 2 കാണുന്നതാണ്, അതായത് സെക്കൻഡ് പിക്ചറിൽ കാണുന്നതാണ് റെസിപ്പിയൻ ബാക്ടീരിയം. ഇനി ഫസ്റ്റ് ആ ഡോണർ ബാക്ടീരിയത്തിൻ്റെ സെല്ല് എന്താവും, ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകും. എന്നിട്ട് അവരുടെ ഒരു DNA പീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അവരുടെ റെഡ് കളറിൽ കാണുന്നതാണ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ. അതിലൊരു പീസ് അത് യെല്ലോ ആക്കി അവർ കാണിക്കുന്നുണ്ട്, അതെന്ത് പോവും, പുറത്തോട്ടേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതാണ് ആ ഡോണർ DNA എന്ന് പറയുന്നത്. അത് മീഡിയത്തിലോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ആ ഒരു ബാക്ടീരിയൽ സെല്ലങ്ങ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവാം. അപ്പം ഇവരെന്ത് ചെയ്യും, അവരുടെ ജനറ്റിക് മെറ്റീരിയലിനെ ആ മീഡിയത്തിലായിട്ടാണ് ഉണ്ടാകുക. സോ ആ ഒരു ഡോണർ പീസിന് എന്ത് ചെയ്യും, റെസിപ്പിയൻ ബാക്ടീരിയം റിസീവ് ചെയ്യും. റെസിപ്പിയൻ ബാക്ടീരിയം ആ ബ്ലൂ കളറിലുള്ള സെല്ലാണ്. റെസിപ്പിയൻ ബാക്ടീരിയത്തിൽ ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ഈ റിസപ്റ്റേഴ്സ് ഈ DNA ഫ്രാഗ്മെൻറ്റിനെ റെക്കഗ്നൈസ് ചെയ്യും, എന്നിട്ട് അതിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, അബ്സോർബ് ചെയ്തിട്ട് അവരുടെ DNA മേലെ ഇൻ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കും. കണ്ടോ, ആ മഞ്ഞ ആ ഡോണർ പീസിനെ അവരുടെ ജനറ്റിക് മെറ്റീരിയൽ റെഡിലാണ് കൊടുത്തത്, അവിടെ കൊണ്ടുപോയി ഇൻ്റഗ്രേറ്റ് ചെയ്യിക്കും. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, വേറൊരു സ്ട്രെയിൻ ബാക്ടീരിയയുടെ വേറെ സ്ട്രെയിനിലുള്ള ജനറ്റിക് മെറ്റീരിയൽ വേറൊരു ബാക്ടീരിയയിലോട്ടേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഒരു മീഡിയത്തിൽ വെച്ച് നടക്കുന്നത്, എന്തെങ്കിലും ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലോട്ടേക്ക് ഒരു ഫ്രാഗ്മെൻറ്റ് മൂവ് ചെയ്യാണ്. ഓക്കെ, ഇനി എല്ലാ ബാക്ടീരിയൽ സെല്ലുകൾക്കും ഇങ്ങനെ ഈ ഒരു ഡോണർ ഫ്രാഗ്മെൻറ്റിനെ റെക്കഗ്നൈസ് ചെയ്ത് അബ്സോർബ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഓക്കെ, ഇത് അങ്ങനെ അതായത് ഇങ്ങനെ ഒരു ഡോണർ DNA റെക്കഗ്നൈസ് ചെയ്ത് അബ്സോർബ് ചെയ്ത് അവരുടെ ജീനോവുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആ ബാക്ടീരിയാസിനെയാണ് നമ്മൾ കോമ്പിറ്റൻറ്റ് സെൽസ് എന്ന് പറയുന്നത്, കോമ്പിറ്റൻറ്റ് ബാക്ടീരിയൽ സെൽസ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു എബിലിറ്റി, ആ ഒരു കഴിവിനെയാണ് എന്ത് പറയുക, കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ട്രാൻസ്ഫോർമേഷൻ.
ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പിക്ചറാണ്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സെല്ലിലോട്ടേക്ക് ഫോറിൻ DNA ഫ്രാഗ്മെൻറ്റ് വരുന്നു ആൻഡ് അത് അവരുടെ ജീനോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇനി അവർ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പം അവരുടെ ഡോട്ടർ സെല്ലിലോട്ടേക്കൊക്കെ ഈ ഒരു ഫോറിൻ DNA ഫ്രാഗ്മെൻറ്റും കൂടി പോകുന്നതായിരിക്കും. ഓക്കെ.